അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഭരണപരമായ നടപടിയാണ്. അതിപ്പോൾ മാത്രമല്ല, ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും 100 കണക്കിന് നോട്ടീസ് ഇട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണവും നിർദ്ദേശമൊക്കെ ഉള്ള സ്ഥിതിക്ക് കോർപ്പറേഷൻ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യണം. ഇത് സ്ഥിരമുള്ളതാണ്. CPM-ൻ്റെ എനിക്ക് തോന്നുന്നു 100 കണക്കിന് നിരവധി FIR-കൾ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെയും കോൺഗ്രസ് DCC പ്രസിഡന്റിനെതിരെയുണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും ചില സമയത്തൊക്കെ ഇതിൻ്റെ പ്രശ്നം നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നത് ഫ്ലക്സ് പ്രിൻ്റ് ചെയ്യുന്നവരോട് അവർ തന്നെയാണ് ഈ രാത്രിയൊക്കെ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രവർത്തകർ മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഫ്ലക്സ് പ്രിൻ്റ് ചെയ്യുന്നവർ എന്നെ കൊണ്ട് വയ്ക്കാറുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴും സംഭവിക്കുന്നത്. ഞാനിത് പ്രാക്ടിക്കലി ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് പറയുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ പാർട്ടി പ്രവർത്തകരൊക്കെ വരുമ്പോഴേക്കും മാധ്യമങ്ങൾ വന്ന് എടുത്ത് വാർത്തയാക്കി കഴിഞ്ഞിരിക്കും. BJPയുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ബോർഡുകൾ അങ്ങനെ രാവിലെ ഫുട്പാത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകർ ബന്ധപ്പെട്ട് പരമാവധി അത് നീക്കം ചെയ്തിരുന്നു. അന്ന് ഒരു പകൽ മാറ്റാൻ പറ്റാത്ത ചില ബോർഡുകൾ ചില സ്ഥലത്തുണ്ടായിരുന്നു. അതൊക്കെയാണ് മാധ്യമങ്ങളെടുത്ത് വാർത്ത കൊടുത്ത്, സോഷ്യൽ മീഡിയ വാർത്ത കൊടുത്ത് ജില്ലാ അധ്യക്ഷൻ അതറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ആ തിരക്കിനിടയിലും പരമാവധി ബോർഡുകളൊക്കെ തന്നെ അവിടെ നീക്കം ചെയ്തിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1-1.5 മണിക്ക് കേസ് വീണ്ടും ഹൈക്കോടതി വെച്ചിരുന്നു. ആ സമയത്തുള്ളൊരു ഭരണപരമായ നടപടിയാണത്. അതിൻ്റെ രീതിക്ക് പക്ഷേ 22-ന് നോട്ടീസ് കൊടുത്തിരുന്നു, പക്ഷേ മാറ്റിയില്ല. അതിനുശേഷം ഈ സന്ദർശനം കഴിഞ്ഞ ശേഷമാണ് മാറ്റിയത്. നോട്ടീസ് കൊടുത്തതെന്നാണ് ഞാൻ പറയാം സലാം. ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും പാർട്ടിയുടെ നേതൃത്വത്തിനൊക്കെ തന്നെ ഒരുപാട് തിരക്ക് പിടിച്ച പരിപാടി ആവശ്യങ്ങൾ വരും. ഇപ്പോൾ SPG ഒക്കെ ഓരോ നിമിഷവുമാണ് അവരുടെ ചില തീരുമാനങ്ങൾ മാറ്റുകയും പുതിയ രീതിയിൽ ഇപ്പോൾ വേദിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണം, കടന്നു വരണ വഴികൾ മാറ്റം വരുത്തണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അറ്റൻഷൻ മുഴുവനും നേതൃത്വത്തിന് അക്കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും 1-2 സ്ഥലത്തിരുന്ന ബോർഡിലൊക്കെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ തന്നെ യാത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള വാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് പരമാവധി ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. പാർട്ടി പ്രവർത്തകർ മാറ്റിയിരുന്നു. പക്ഷേ എവിടെയോ 1-2 സ്ഥലത്ത് ഫ്ലക്സ് കമ്പനിക്കാർ കൊണ്ടുവച്ച ബോർഡ് ശ്രദ്ധയിൽപ്പെടാത്താണ് വീണ്ടും വാർത്ത കൊടുത്തത്. കോടതിയിലേക്ക് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അഫിഡവിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഭരണപരമായ ഒരു നടപടിയുടെ ഭാഗമാണ്. ഇതാദ്യമൊന്നുമല്ല. നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ജില്ലാ നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിഴ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ FIR എടുത്തിട്ടുണ്ട്. അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരത്തിൽ പോകും. അതിലപ്പുറമുള്ള ഒരു വാർത്താ പ്രാധാന്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിലുണ്ടെന്ന്. ഓക്കെ, ഉണ്ടായിരുന്നില്ല. അത് വലിയ വിവാദമാവുകയും ചെയ്തു. ഇപ്പോൾ ശിവൻകുട്ടിയൊക്കെ പറയുന്നത് ഐക്യകേരളത്തിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. മറ്റൊന്നുകൂടി പറയുന്നത് BJPയുടെ ഗ്രൂപ്പിന്റെ ഭാഗമായി ഒഴിവാക്കിയത്. അല്ല, ഈ പറയുന്നതിനൊന്നും മറുപടി പറയാനുള്ള സമയമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല അന്ന് എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ മറ്റു 2 പരിപാടികൾ എത്താൻ സാധിക്കില്ല. അതായത് ഞാനിപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. എയർപോർട്ടിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വാഹനം വരുമ്പോഴേക്കും അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? പ്രധാനമന്ത്രിയുടെ വാഹനം, അതിൻ്റെ മുൻപിലും പിൻപിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വാഹനങ്ങൾ, അത് മിനിമം ഒരു 15 വാഹനങ്ങൾ കാണും. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വാഹനം, ഈ ബോംബ് സ്ക്വാഡൊക്കെ ഉൾപ്പെടെ. അത് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത ഗവർണറാണ്. ഗവർണറുടെ സുരക്ഷാ വാഹനം ഒരു 10 വാഹനം അതുണ്ടാകും. അത് കഴിഞ്ഞാൽ അടുത്ത വാഹനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തോടൊപ്പം മിനിമം ഒരു 15 മുതൽ 20 വരെ വാഹനങ്ങൾ, സുരക്ഷാ വാഹനങ്ങളുണ്ടാവും. ഇനി ഞാൻ എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ മേയറുടെ വാഹനം വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെയും സുരക്ഷാ വാഹനത്തിൻ്റെ, അതായത് ആംബുലൻസ് കഴിഞ്ഞിട്ട്, മോട്ടോർ കേഡിൽ ആംബുലൻസ് കഴിഞ്ഞിട്ടാണ് മേയർക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ് ഏകദേശം ഒരു 40ാമത്തെ വാഹനമായിട്ടായിരിക്കും മേയറുടെ വാഹനം വരുന്നത്. അതിനർത്ഥം പ്രധാനമന്ത്രി ഓവർബ്രിഡ്ജിൽ റോഡ് ഷോയ്ക്ക് ഇറങ്ങുമ്പോഴേക്കും മേയർ നിൽക്കുന്നത് PMGയിലായിരിക്കും. പിന്നീട് അങ്ങോട്ട് വാഹനം വിടുകയില്ല. അപ്പോൾ PMG മുതൽ പുത്തരിക്കണ്ടം വരെ ഞാൻ നടന്നു പോകേണ്ടി വരും. പിന്നെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വേദിയിൽ കയറി കഴിഞ്ഞാൽ മറ്റാരെയും വേദിയിൽ കയറ്റുകയില്ല. അപ്പോൾ എനിക്ക് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പുത്തരിക്കണ്ടത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ PMGയിൽ നിന്ന് മൊബൈലിൽ കാണേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ 2ാമത്തെ പരിപാടി BJPയുടെ രാഷ്ട്രീയ പരിപാടിയായിരുന്നു. BJPക്കും മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടുതൽ കാര്യങ്ങൾ ഗുണപ്പെടുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം 2-2.5 മണിക്കൂർ പുത്തരിക്കണ്ടത്തിലെ വേദിയിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. അങ്ങനെ തലേ ദിവസം പാർട്ടിയുടെ ഉന്നത തലത്തിൽ ചർച്ച ചെയ്ത് മേയറുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് മേയർ പ്രധാനമന്ത്രിയെ പുത്തരിക്കണ്ടത്ത് മൈതാനിൽ സ്വീകരിക്കാം. MP ശശി തരൂരിൻ്റെ പേരും ഇവിടുത്തെ ലിസ്റ്റിലായിരുന്നു, എയർപോർട്ടിലില്ല. കാരണം എന്താണ്? MP എയർപോർട്ടിൽ പോയാൽ പുത്തരിക്കണ്ടത്ത് എത്താൻ പറ്റില്ല. തലേദിവസം ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയും എയർപോർട്ടിൽ പോയാൽ പുത്തരിക്കണ്ടത്ത് എത്താൻ പറ്റില്ല. അങ്ങനെ പുത്തരിക്കണ്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേരവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പുത്തരിക്കണ്ടത്ത് എത്താൻ പറ്റില്ല. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർജി പോയില്ല. മേയർ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചത് പുത്തരിക്കണ്ടം മൈതാനിയിലാണ്. പക്ഷേ ഇതിലും മന്ത്രി ശിവൻകുട്ടി പറയുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ, ഈ പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ വന്നു കഴിഞ്ഞാൽ ഗവർണറും മുഖ്യമന്ത്രിയും കഴിഞ്ഞാൽ പിന്നെ 3ാമത് സ്വീകരിക്കേണ്ട ആളും മേയറാണ് എന്നുള്ളതാണ്. അത് പാലിച്ചില്ല എന്നുള്ളത് ശിവൻകുട്ടി പറയുന്നത്. BJP മേയർ വന്നിട്ടും അത് പാലിച്ചില്ല. അല്ല, ഞാൻ മേയറായതിനു ശേഷം അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്താവന, ഞാൻ ഒരു പ്രസ്താവനയും പ്രതികരിച്ചില്ലല്ലോ.
അദ്ദേഹത്തിന് പ്രസ്ഥാനം നടത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൂടെ. പിന്നെ അദ്ദേഹം പ്രോട്ടോകോളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, പ്രോട്ടോക്കോളൊക്കെ നിയമസഭയിലെ പഴയ പ്രോട്ടോക്കോളൊക്കെ ഞാൻ പറയണോ? അല്ല, പ്രോട്ടോക്കോള് ഇവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിയമസഭയിൽ നടന്ന പ്രോട്ടോക്കോളൊക്കെ ഞാൻ പറയണോ? ഞാനത് അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ്. അതായത് ഞാൻ മേയറായ ശേഷം ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നല്ലോ, അത് നമുക്ക് ആ തരത്തിൽ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൂടെ അദ്ദേഹം പറയട്ടെ. ഞാൻ കാണുന്നുണ്ട് അടുത്ത ദിവസം അദ്ദേഹത്തെ. എന്തേ എന്താണ് തിരുവനന്തപുരം നഗരത്തെ ഈ രാജ്യത്തെ ഒന്നാമത്തെ നഗരമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പിന്തുണയും തരാം എന്ന് പറഞ്ഞതിൽ അതിർത്തി അറിയിക്കുന്നവർ തിരുവനന്തപുരം നഗരം വളരാൻ ആഗ്രഹിക്കാത്തവരാണ് അല്ലേ? മോഡിജി പറഞ്ഞ എന്താണ്? തിരുവനന്തപുരം നഗരം വളരാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര ഗവൺമെൻറ് തരും. അതിൽ അതിർത്തി ചിലർ അറിയിക്കുന്നല്ലേ താങ്കൾ പറയുന്നത്? അപ്പോൾ അവരേത് ചിന്താഗതി, അവരാണ് ഈ നഗരത്തിന് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത്. എന്തായാലും ശരി, എന്നെ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യമായി. ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഒരു 4-5 തരത്തിലുള്ള കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലാണ് ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി PMOയുമായിട്ടും കേന്ദ്ര മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ മന്ത്രാലയങ്ങളെ കൊണ്ട് പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കും. ഞാൻ ട്രെയിൻ തന്നത് മരുഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നപ്പോൾ ഞാൻ പറയുന്നത് ഈ നേരത്തെ വന്നപ്പോൾ തന്നെ ഒരു വിഷയത്തിലെല്ലാം പറഞ്ഞുള്ളൂ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തർ പറയുന്നതിന് മറുപടി പറയാനും അതിൽ നിന്നുള്ള സമയം ഇപ്പം തന്നെ SNDP ഈ ഒരു വലിയൊരു പരിപാടി പങ്കെടുക്കാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് മറുപടി പറയാം. ക്ഷണിച്ചില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നില്ല എന്നാണ് വളരെ പക്വതയോടെ വ്യക്തമായിട്ട് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് വളരെ നന്നായിട്ട് ആ ക്ലാരിഫിക്കേഷൻ ശ്രീലത ചേച്ചി തന്നെ തന്നിട്ടുണ്ട്. ക്ഷണിച്ചതനുസരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ തന്നെ ആ പരിപാടിയിൽ ശ്രീലത ചേച്ചി ഉൾപ്പെടെ പറഞ്ഞല്ലോ, ഇരിപ്പിടം വേദിയിൽ കിട്ടിയത് ക്ഷണിച്ചിട്ടാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് അവരെന്തും ചെയ്ത സീറ്റിൽ തന്നെ നിന്നു. അതിന്റെ ക്ലാരിഫിക്കേഷൻ അവർ തന്നെ തന്നല്ലോ. പക്ഷെ ബാക്കി എല്ലാവരും പ്രധാനമന്ത്രി യാത്രക്കാരും എല്ലാം അടുത്തേക്ക് ചെന്നു. ശ്രീലേഖ മാത്രമാണ് ഒരു മൂലക്ക് നിന്നത്. ഞാൻ നിങ്ങൾ ചോദിച്ചതിനെല്ലാം കൃത്യമായിട്ട് ഞാൻ ആൻസർ പറഞ്ഞു. ശ്രീലേഖ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഇന്നലെ ആൻസർ പറഞ്ഞു. എല്ലാവർക്കും നമസ്തേ.